കൊച്ചി പനമ്പള്ളി നഗറിൽ വീട് കുത്തി തുറന്ന മോഷണം. രവിപുരത്താണ് ഈ സംഭവം ഉണ്ടായത്. ഇതര സംസ്ഥാനക്കാരായ 2 മോഷ്ടാക്കളുടെ ചിത്രം CCTVയിൽ പതിഞ്ഞു. മാരകായുധങ്ങളുമായി എത്തിയാണ് മോഷണം നടത്തിയത്. വീട്ടുടമ മുംബൈയിൽ പോയിരിക്കുകയായിരുന്നു. വിവരങ്ങളുമായി നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, ഇപ്പോൾ ഈ അടച്ചിട്ട വീടുകൾ കേന്ദ്രീകരിച്ചാണ് മോഷണങ്ങൾ നടക്കുന്നത്. പകൽ സമയങ്ങളിൽ മോഷ്ടാക്കൾ വീടുകൾ നിരീക്ഷിക്കുന്നു, പിന്നീട് രാത്രിയിൽ എത്തുന്നു, മോഷ്ടിക്കുന്നു. ഇവിടെയും അത്തരമൊരു സംഭവമാണ് ഉണ്ടായത്. ഈ പനമ്പള്ളി നഗർ കേന്ദ്രീകരിച്ചത് 2ാമത്തെ മോഷണമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിനു മുൻപ് നമുക്കറിയാം, സംവിധായകൻ ജോഷിയുടെ വീട്ടിൽ ഏകദേശം 1 കോടി രൂപ വിലമതിക്കുന്ന സ്വർണ്ണാഭരണങ്ങളും പണവും ഒക്കെ നഷ്ടപ്പെടുകയും പിന്നീട് പോലീസ് ഇവരെ പിടികൂടുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് പനമ്പള്ളി നഗറിൽ ഇന്ന് പുലർച്ചെ ആണ് ഈ സംഭവം ഉണ്ടായത്. കാരണം ഈ CCTV ദൃശ്യങ്ങൾ വീട്ടുകാർ പരിശോധിച്ചപ്പോഴാണ് ഇത്തരത്തിൽ തങ്ങളുടെ വീട്ടിൽ നിന്ന് മോഷണം പോയ വിവരം അറിയുന്നത്. ഈ കുടുംബം, ഈ വീട്ടുടമസ്ഥനും കുടുംബവും മകന്റെ വീട്ടില്, മുംബൈയിലുള്ള മകന്റെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ്. അതുകൊണ്ട് അവർക്ക് കൃത്യമായി ഇത് എത്ര രൂപയാണ് മോഷണം പോയത്, എന്തൊക്കെ നഷ്ടപ്പെട്ടു എന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. എന്തായാലും പോലീസും വിരലടയാള വിദഗ്ധരും ഒക്കെ വീട്ടിലെത്തി പരിശോധന നടത്തിയിട്ടുണ്ട്. കുടുംബം നാളെ തിരിച്ചെത്തും. എത്തിയാൽ മാത്രമേ എത്ര രൂപയാണ് പോയതെന്നടക്കമുള്ള കാര്യങ്ങളിലേക്ക് വ്യക്തത വരികയുള്ളൂ. നമുക്ക് ഈ CCTV ദൃശ്യങ്ങളിൽ കാണാം, 2 യുവാക്കൾ ഇതര സംസ്ഥാന തൊഴിലാളികളാണ്. ഇവർ വീട് നിരീക്ഷിച്ചതിന് ശേഷം മതിൽ ചാടിക്കടന്നാണ് വീട്ടിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത്. പോലീസ് പറയുന്നത് ഇവരുടെ നീക്കം കണ്ടിട്ട് ഈ വീട് കൃത്യമായി അറിയാവുന്ന, അല്ലെങ്കിൽ ഈ വീട്ടിൽ ആളില്ല എന്ന് കൃത്യമായി അറിയാവുന്ന ആരോ ആണ് ഈ മോഷണം നടത്തിയതെന്ന്. ഇവരുടെ വീടിന് സമീപത്ത് തന്നെ ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുമെന്നുമുണ്ട്. അവരെയും പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. ഇവരുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ആണോ, അല്ലെങ്കിൽ ഇവരിലെ ഏതെങ്കിലും അംഗങ്ങളാണോ ഈ വീട്ടിൽ മോഷണം നടത്തിയതെന്നൊരു സംശയം കൂടി പോലീസ് ഉന്നയിക്കുന്നുണ്ട്. ഈ ദൃശ്യങ്ങളിൽ കാണാം, ഈ മാരകായുധങ്ങളുമായിട്ടാണ് ഈ യുവാക്കൾ വീട്ടിന്റെ ഉള്ളിലേക്ക് കടക്കുകയും പിന്നീട് കതകടക്കം പൊളിച്ചു നീക്കിക്കൊണ്ടാണ് ഇവർ വീട്ടിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത്. അലമാരകളിൽ നിന്നും വസ്ത്രങ്ങളും മറ്റുമെല്ലാം വലിച്ചു വാരിയിട്ട ഒരു സാഹചര്യത്തിലാണ് പോലീസ് പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും പ്രതികളെ ഉടൻ പിടികൂടുമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഈ CCTV ദൃശ്യങ്ങൾ, വീട്ടിൽ ഏകദേശം 15ഓളം CCTVകളുണ്ട്. ഇതെല്ലാം തന്നെ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. ഇത് വിശദമായി പരിശോധിച്ചു വരികയാണ്. ഈ വീട്ടുടമസ്ഥൻ ഒരു തടി ബിസിനസ് നടത്തുന്ന വ്യക്തിയാണ്. ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് പണമൊക്കെ പുള്ളിയുടെ കയ്യിലുണ്ടായിരുന്നു. ആ പണം വീട്ടിൽ സൂക്ഷിച്ചിട്ടാണ് ഇവർ മുംബൈയിലേക്ക് പോയത്. അങ്ങനെ ഇവർക്ക് അറിയാവുന്ന ആരോ ആണ് ഈ മോഷണം നടത്തിയതെന്നൊരു നിഗമനത്തിലാണ് വീട്ടുകാരും അതോടൊപ്പം പോലീസും എത്തിയിരിക്കുന്നത്. 2 ഇതര സംസ്ഥാന തൊഴിലാളികളാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണാം. ആദ്യം ഇവർ വീടിന്റെ പരിസരത്ത് നിരീക്ഷിക്കുന്നുണ്ട്. അതിനുശേഷമാണ് ഗേറ്റ് ചാടിക്കടക്കുന്നത്. ഗേറ്റ് ചാടിക്കടന്ന് പിന്നീട് കതകുകളും പൊളിച്ചു നീക്കി കയ്യിൽ കരുതിയിരുന്ന ആയുധങ്ങൾ, കമ്പിപ്പാരയൊക്കെ വെച്ച് വീട്ടിന്റെ വാതിൽ പൊളിച്ചതിന് ശേഷമാണ് ഉള്ളിലേക്ക് കടക്കുന്നത്. ഓരോ റൂമിലേക്കും ഇവർ പരിശോധിക്കുന്നതും പിന്നീട് ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതും പുറത്തേക്ക് ഇറങ്ങുന്നതും ഒക്കെ കൃത്യമായി CCTVയിൽ പതിഞ്ഞിട്ടുമുണ്ട്. എന്തായാലും പോലീസും വിരലടയാള വിദഗ്ധരും ഒക്കെ സംഭവ സ്ഥലത്തെത്തി പരിശോധനകൾ ആരംഭിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ പോലീസ് ഈ പ്രതികളെ പിടികൂടാൻ സാധിക്കുന്നത്. പക്ഷേ അതോടൊപ്പം നഷ്ടവും സംഭവിച്ചിട്ടുണ്ടോ? ഈ പണം ഉണ്ടായിരുന്നു, വീട്ടിൽ പണം ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. എത്ര ലക്ഷം രൂപ അവിടെ ഉണ്ടായിരുന്നു? അങ്ങനെ ആ പണം പൂർണ്ണമായും നഷ്ടപ്പെട്ടു എന്നാണോ പരാതിയിൽ പറയുന്നത്? എത്ര രൂപ വീട്ടിലുണ്ടായിരുന്നു എന്നുള്ളൊരു കണക്ക് വീട്ടുകാരോ അല്ലോ പോലീസോ പുറത്ത് വിട്ടിട്ടില്ല. വീട്ടിൽ സൂക്ഷിച്ചിരുന്ന പണവും മറ്റും നഷ്ടമായി എന്ന് മാത്രമേ അറിയുന്നുള്ളൂ. പക്ഷെ ഇത് എത്രമാത്രം രൂപയാണ്, എത്ര രൂപയുണ്ടായെന്ന് ആ വീട്ടുടമസ്ഥന് മാത്രമേ അറിയുള്ളൂ. അയാൾ എന്തായാലും നാളെ ആയിരിക്കും നാട്ടിലേക്ക് തിരിച്ചെത്തുക. അതിനുശേഷം പോലീസിന് മൊഴി നൽകാനാണ് സാധ്യത. വീട്ടിൽ സൂക്ഷിച്ചിരുന്ന പണം നഷ്ടമായി എന്ന് മാത്രമേ നമുക്കിപ്പോൾ വിവരം ലഭ്യമായിട്ടുള്ളൂ. പോലീസ് ആ വീട്ടുടമയിൽ നിന്നും വിശദമായ മൊഴിയെടുക്കേണ്ടതുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ എത്രയാണ് നഷ്ടപ്പെട്ടതെന്നുള്ളൊരു കൃത്യമായ കണക്ക് പുറത്തു വരികയുള്ളൂ. എന്തായാലും പണം നഷ്ടപ്പെട്ടു എന്നാണ് അറിയുന്നത്. സ്വർണ്ണാഭരണങ്ങളും ഒക്കെ നഷ്ടപ്പെട്ടോ എന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാൻ സാധിക്കും കേട്ടോ. ഈ പോലീസ് നവമി തന്നെ സൂചിപ്പിച്ച് ഈ പനമ്പള്ളി നഗർ കേന്ദ്രീകരിച്ച് വലിയ തുടർച്ചയായി ഇപ്പോൾ മോഷണങ്ങൾ നടക്കുന്നുണ്ട്. നേരത്തെ സംവിധായകൻ ജോഷിയുടെ വീട്ടിൽ നടന്ന മോഷണം, അന്ന് അതേ ദിവസം തന്നെ കൊച്ചി നഗരത്തിൽ മറ്റൊരു വീട്ടിലും മോഷണം നടന്നിരുന്നു. ഈ തുടർച്ചയായി ഇത്തരം മോഷണങ്ങൾ, ആക്രമണങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും പോലീസ് എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ കൃത്യമായി ഇടപെടൽ നടത്താത്തത്? രാത്രി സമയങ്ങളിൽ
പോലീസ് പട്രോൾ ഇല്ല എന്നൊക്കെ ആക്ഷേപമുണ്ടല്ലോ. പോലീസ് പട്രോളിംഗ് ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു ആക്ഷേപം ഇതിനോടകം തന്നെ പല ഇടങ്ങളിൽ നിന്നും ഉയരുന്നതാണ്. വീടുകളിലുണ്ടായിരുന്ന മോഷണം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അതിക്രമങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ പോലീസിന്റെ കൃത്യമായുള്ളൊരു നിരീക്ഷണം ഇവിടെ എങ്ങും എത്തുന്നില്ല എന്ന് പലതവണ പരാതി നൽകിയിട്ടുള്ളതാണ്. പക്ഷേ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഒരു എണ്ണത്തിലുള്ള കുറവ് അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും തിരക്കുകൾ ഉണ്ടെന്നുള്ളൊരു ന്യായീകരണമാണ് പോലീസ് സ്റ്റേഷനുകളിൽ നിന്നും പലപ്പോഴും കേൾക്കുന്നത്. അല്ലെങ്കിൽ പോലീസിന്റെ പെട്രോളിംഗ് കൃത്യമായി തന്നെ നടക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇത്തരം സംഭവം ഉണ്ടാകുമ്പോഴൊക്കെ നമുക്ക് വ്യക്തമാകുന്നത് പോലീസിന്റെ കൃത്യമായുള്ളൊരു നിരീക്ഷണം എങ്ങും തന്നെ ലഭിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിൽ മോഷ്ടാക്കളൊക്കെ വീടുകൾ കയറി മോഷ്ടിക്കുന്നതും അല്ലെങ്കിൽ പൊതു ഇടങ്ങളിലൊക്കെ ആക്രമണം ഉണ്ടാകുമ്പോഴൊക്കെ പോലീസ് അവിടെ എത്താനൊക്കെ ഏറെ വൈകുന്നതും. എന്തായാലും പോലീസ് ഉദ്യോഗസ്ഥരുടെ ഒരു ജാഗ്രത കുറവ് ഇപ്പോഴും കൃത്യമായി തന്നെ ഈ വിഷയത്തിലും തെളിഞ്ഞു വരുന്നുണ്ട്. വ്യക്തമാണ്. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചി പനമ്പള്ളി നഗറിലാണ് രാത്രിയിൽ വീട്ടിൽ മോഷണം നടന്നത്. 2 ഇതര സംസ്ഥാനക്കാരാണ് മോഷണത്തിന് പിന്നിലെന്ന് ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമായിട്ടുണ്ട്. പ്രതികളെ ഉടൻ പിടികൂടാൻ കഴിയുമെന്നാണ് പോലീസ് നൽകുന്ന വിവരം.